John Fee, good afternoon. Good afternoon, sir. Yes, Rekha Manu, good afternoon. Good afternoon, sir. Sanisha, Idea, good afternoon. Binisha, good afternoon. Yes, practical class ഒക്കെ കഴിഞ്ഞോ? Good afternoon, sir. Yes, നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിലാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ കയറുമോ ഇല്ലയോ ഉണ്ടാവുമോ എന്ന്. യെസ്, അപ്പോ കഴിഞ്ഞ ശനിയാഴ്ച MD മോണ്ടിസോറി 9th ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറമണി ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഓ എന്റെ ആര്യ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. യെസ്, ഭാവിയില് ആര്യയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ ഏതെങ്കിലും കുട്ടിയുടെ അമ്മ വരണം, എന്നിട്ട് പറയണം ടീച്ചറെ അവന് പനിയാണ്, പക്ഷെ അവൻ വീട്ടിലിരിക്കാൻ സമ്മതിക്കണില്ല, ടീച്ചറെ കാണണമെന്ന് പറയുന്നു. ഞാൻ കുട്ടിയെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ടീച്ചർ അവനോട് 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വീട്ടിൽ കൂടെ എടുത്തിട്ട് പനിയാണ് അവന് എന്ന് പറയുന്നിടത്ത് ആര്യക്ക് ഉണ്ടാവുന്ന സന്തോഷമില്ലേ? യെസ്, ഓക്കെ. അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. നേഴ്സറി സ്കൂളിലെ ടീച്ചറാ, പക്ഷെ കുട്ടിക്ക് പനിയായിട്ട് അവൻ വീട്ടിൽ തന്നെ എനിക്ക് ടീച്ചറെ കാണണമെന്ന്. ടീച്ചറെ കണ്ടേ തീരും. അവസാനം അമ്മ എന്ത് ചെയ്തു, അവനെ വിളിച്ചിട്ട് നേഴ്സറി ക്ലാസ്സിന്റെ പുറത്ത് പോയി ടീച്ചറോട് പറഞ്ഞു എല്ലാവരും പനി വരും, ടീച്ചറെ എവിടെയൊന്ന് കണ്ടെന്ന് വർത്താനം പറഞ്ഞ് ഞാൻ തിരിച്ചു കൊണ്ടുപോയി. യെസ്, അത്രയ്ക്ക് സ്വാധീനിക്കാൻ പറ്റും. എന്റെ മോൻ UKG ഒരു ടീച്ചറിനെ കണ്ടില്ലേ ഭയങ്കര വിഷമായിരുന്നു. ടീച്ചർ വരാത്ത ദിവസം വിളിച്ചു ചോദിക്കും എന്താ വരാഞ്ഞെന്ന്. യെസ്, യെസ്, ഭയങ്കര ഇന്റിമസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ? പ്രയർ ഉണ്ടോ? യെസ്, സുമി. ഓക്കെ, ഓക്കെ, കേൾക്കൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് അടിയങ്ങളെ പ്രവേശിപ്പിക്കാതെ പിന്നെയോ ദുഷ്ടരിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ആര്യ ഭയങ്കര ഭക്തിയുള്ള കൂട്ടത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു അല്ലേ? ഈശ്വര വിശ്വാസം നന്നായിട്ടുള്ള പോലെ തോന്നുന്നു. യെസ്, ഓക്കെ, 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 ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ടെൻസ് ഓഫ് ദി വെർബാണ്. ടെൻസ് ഓഫ് ദി വെർബ്. യെസ്, അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട, ഇംഗ്ലീഷില് ആര് എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഒരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ടെൻസ് ഫോം. ഈ 12 ടെൻസുകളിലെ സംസാരിക്കാൻ പറ്റും. അതെല്ലാവരും ആര് സംസാരിച്ചു കഴിഞ്ഞാലും ഈ 12 ടെൻസ്. അതുകൊണ്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ ടെൻസ് നന്നായിട്ട് കൊണ്ടുവന്നത്. കാരണം അതങ്ങോട്ട് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വലിയ കുഴപ്പമില്ല. സംസാരിക്കാനൊക്കെ നമുക്കൊരു ഒന്നും അറിയാത്തവർക്ക് ഒരു ഐഡിയ ഇല്ല. ഓ, ഇന്നതൊക്കെയാണ് എന്റെ അർത്ഥം, ഇന്നതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 12 ടെൻസുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോകും. ടെൻസിന്റെ ഫോം. സാധാരണഗതിയിൽ നമ്മൾ ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ 3 ടെൻസ് പറയും. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുമല്ലെങ്കിൽ V1, V2 ആൻഡ് V3. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. 3 ടെൻസ് പറയണം. അതുപോലെ
അത് വെച്ചിട്ട് നമ്മൾ 12 ടെൻസിന്റെ ഫോം ഇംഗ്ലീഷിൽ എന്ത് വാചകം ആര് പറഞ്ഞാലും ഈ 12 എണ്ണത്തിലേക്ക് ഒന്നായിരിക്കും. ഞാൻ അതിന്റെ പേരുകൾ മാത്രം വെറുതെ ഒന്ന് പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 12. ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലേ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഓരോ ടെൻസിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എടുക്കുക എന്ന് പറയുന്ന ഒരു വാക്ക്, ടേക്ക്, എടുക്കുക, അത് സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുമ്പോൾ എടുക്കാറുണ്ട്. സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചറിൽ വരുമ്പോൾ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരുമ്പോൾ എടുക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ആ ടേക്ക് എന്ന് പറഞ്ഞ വേർഡ് ഈ ഓരോ ടെൻസിൽ വരുമ്പോഴും ഇതുപോലെയല്ല നമ്മൾ സംസാരിക്കുമ്പോൾ അവള് വന്നുകൊണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നീ വിളിച്ചോ കേട്ടാ, ഇങ്ങനെ ഈ 12 ടെൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകണം. അറിഞ്ഞോ അറിയാതെയോ ഈ 12 ടെൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യെസ്, ആ 12 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന പരിപാടിയല്ല. നമുക്ക് സാവകാശം അങ്ങനെ പയ്യാണ് മനസ്സിലാക്കിയാണ് പോകാം. യെസ്, അപ്പൊ നിങ്ങളും എന്റെ കൂടെ ഒന്ന് ഒരുമിച്ച് പോന്നാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറേശ്ശെ മനസ്സിലാക്കും. യെസ്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ രാവിലെ 10 മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ഞാനൊരു പാമ്പിനെ വെടി കൊണ്ട് അടിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു SVOMPT, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞത്. ആദ്യം സബ്ജക്റ്റ് ഐ, പിന്നെ വെർബ് കിൽഡ്, ഐ കിൽഡ്, ഞാൻ കൊന്നു. ഓബ്ജക്റ്റ് ആരെ അല്ലെങ്കിൽ എന്തിനെ കൊന്നു, എ സ്നേക്ക്, ഒരു പാമ്പിനെ കൊന്നു. എം മാനർ, എങ്ങനെ കൊന്നു, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്, വടി കൊണ്ട് അടിച്ചു കൊന്നു. പി പ്ലേസ്, എവിടെ വെച്ച് കൊന്നു, അറ്റ് കൊയിലാണ്ടി ഇൻ കോഴിക്കോട്. യെസ്, ടി ടൈം, എപ്പോൾ കൊന്നു, യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock. SVOMPT, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതില് ഈ ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം അത് നമുക്ക് പരിഗണിക്കേണ്ടതില്ല. അതൊന്നും വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഏത് ടെൻസാണെന്ന് പറയാൻ പറ്റും. അതിലെന്ത് നോക്കിയാൽ മതി, സബ്ജക്റ്റ് നോക്കണം, വെർബ് നോക്കണം. അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഏത് ടെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വാചകം കാണുമ്പോൾ ഈ സെന്റൻസ് എഴുതിയിട്ടുള്ളത് ഏത് ടെൻസിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിന് സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. ഓബ്ജക്റ്റും മാനറും പ്ലേസും ടൈമും ഒന്നും നോക്കണ്ട. സബ്ജക്റ്റ് പ്ലസ് വെർബ്. വെർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. ഓടുക വെർബാണ്, അപ്പൊ ഓടി ഓടും. ചാടുക വെർബാണ്, ചാടി ചാടും. നടക്കുക നടന്നു നടക്കും. കണ്ട, വെർബിന് എപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. സനീഷ 3 കാലങ്ങൾ പറയാൻ പറ്റും? ഇല്ല. സുറുമി 3 കാലങ്ങൾ പറയാൻ പറ്റും? ഇല്ല. കാരണം സുറുമി എന്ന് പറഞ്ഞാലും സനീഷ എന്ന് പറഞ്ഞാലും പേരാണ്, നൗണാണ്. നൗണിന് 3 കാലങ്ങൾ ഉണ്ടാവില്ല. വെർബിനാണ് എത്ര കാലങ്ങൾ ഉണ്ടാവുന്നത്? 3 കാലങ്ങൾ പറയാൻ പറ്റും.
യെസ്. അപ്പോ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇനി നിങ്ങളുടെ യാത്രയിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വല്ല റോഡരികിലൊക്കെ വല്ല ബോർഡുകളോ പരസ്യങ്ങളോ ഒക്കെ കാണും. അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നോക്കണം, അത് ഏത് ടെൻസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 12 ടെൻസിൽ ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കാൻ നോക്കാം. യെസ്. ഓരോ ടെൻസിന്റെയും അർത്ഥം നമുക്ക് പിന്നീട് പറയാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് പോകാം, അത് ഇന്നതാണല്ലോ അതിന്റെ അർത്ഥം എന്ന് നമുക്ക് പിടികിട്ടും. പലപ്പോഴും ചില ഇംഗ്ലീഷ് ഒക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് അർത്ഥം പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, നമുക്കതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ 12 ടെൻസിന്റെ ഫോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതില് ഒരെണ്ണത്തെ കുറിച്ച് നമ്മളൊന്ന് തുടങ്ങി വെക്കുകയാണ്. ഐശ്വര്യമായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. എഴുതിക്കും സിമ്പിൾ പ്രസന്റ്. SIMPLE സിമ്പിൾ, PRESENT പ്രസന്റ്. ഹെഡിങ് ആണ്. ഒന്നാമത്തെ നമ്പർ 1 സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് നോക്കാം. സിമ്പിൾ ചില വാചകങ്ങൾ എഴുതിയിരിക്കുന്ന ടെൻസ് ഏത് ടെൻസ് ആയിരിക്കും? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോ അത് സിമ്പിൾ പ്രസന്റിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിന്റെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക, പിന്നെ അതിന്റെ വെർബ് ഏതാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അത് ഏത് ടെൻസിലാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഓബ്ജക്റ്റ് ഉണ്ടാവും, മാനർ ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, ടൈം ഉണ്ടാവും. അങ്ങോട്ട് നമുക്ക് നോക്കണമെന്നില്ല. ഈ സബ്ജക്റ്റും വെർബ് മാത്രം നോക്കിയാൽ മതി, നമുക്ക് അതിന്റെ ടെൻസ് പറയാനായിട്ട് പറ്റും. യെസ്. അതിന്റെ അടിയിൽ നിങ്ങൾ എഴുതുക യെസ് പ്ലസ് എസ് പ്ലസ് വി. വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് വി. ആ വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് PRESENT പ്രസന്റ്. യെസ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. അതായത് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് നമ്മൾ കണ്ടു, അത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസിലുള്ള വെർബ് ആണെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണോ എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വെർബ് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ പ്രസന്റ് ടെൻസ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെർബിന് 3 കാലങ്ങൾ പറയാം. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിനെ തന്നെ വേറൊരു പേര് കൂടി പറയാം. V1, V2, V3. V1, V2, V3 എന്ന് പറയുന്നതും പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും സെയിം ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഗോ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോൺ. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ? ടേക്കൻ. CUT കട്ട് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസോ കട്ടുന്ന തന്നെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ കട്ടുന്ന തന്നെയാണ്. ലൈക്ക് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസോ ലൈക്ഡ്, LIKED. പാസ്റ്റ് പാർട്ടിസിപ്പിളോ LIKED, ലൈക്ഡ് തന്നെയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചില വെർബുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മൂന്ന് വേർഡായിരിക്കും. ടേക്ക്, ടുക്ക്, ടേക്കൻ, ഗോ, വെന്റ്, ഗോൺ, മൂന്ന് വേർഡായിരിക്കും. വീണ്ടും ചില വെർബുകളുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നിനിരിക്കും. എക്സാമ്പിൾ പറയാം. കട്ട്, കട്ട്, കട്ട്. പുട്ട്, പുട്ട്, പുട്ട്. ഇടുക. ഇട്ടുന്നാണെങ്കിലും പുട്ട് തന്നെയാണ്. ഇടാ. പുട്ട്, 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 കട്ട്, കട്ട്, കട്ട്. യെസ്. അപ്പൊ രണ്ട് സെയിം ആണ്. ഇനി വേറെയും ചില വാക്കുകളുണ്ട്. അതിൻ്റെ അകത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ. എക്സാമ്പിൾ പറയാം. ലൈക്ക് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ലൈക്ഡ്, LIKED. പാസ്റ്റ് പാർട്ടിസിപ്പിളോ LIKED തന്നെ. ലുക്ക് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസോ ലുക്ഡ്,
L-O-O-K-E-D. Past participle of looked. L-O-O-K-E-D. Looked. Okay. അപ്പൊ നമുക്ക് ഇതിനൊന്ന് പറയാം, ചില വെർബുകളുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും വേറെ വേറെയാണ്. ചിലതിന് മൂന്നും ഒരുപോലെയാണ്, ചിലതിന് മൂന്നും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയും പ്രസന്റ് ടെൻസ് വേറെയുമാണ്. ഓക്കെ. ലിനി തോമസ്. ലിനി തോമസ്. യെസ് സർ. സർ ഞാൻ പുറത്താണ്, ഡ്രൈവിംഗ് ആ. എന്നാ ശരി. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. പരിപാടി നടക്കട്ടെ. നവ്യ, നിവ്യ. യെസ്. സുറുമി. യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വെറുതെ ഒരു വാചകം പറയാം. CUT കട്ട് പ്രസന്റൻസ് ആണ്, പാസ്റ്റ് ടെൻസും CUT കട്ടുന്നതിനാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടുന്നതിനാണ്, പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടുന്നതിനാണ്. ഞാനൊരു വാചകം പറയുന്നു. ഐ കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ. ശ്രദ്ധിച്ചോളാം. ഐ കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ. ഇനിയാണ് ചോദ്യം, ഈ സെന്റൻസിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന CUT കട്ട് എന്ന് പറയുന്ന ആ വേർഡ് അത് പ്രസന്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ? എങ്ങനെ മനസ്സിലായി? അത് യെസ്റ്റർഡേ. വെരി ഗുഡ്. യെസ്. കണ്ടോ, പ്രസന്റ് ടെൻസ് അല്ലാതെ പാസ്റ്റ് പാർട്ടിസിപ്പിളും എല്ലാം പാസ്റ്റ് ടെൻസ് ആണെന്ന് സുറുമിക്ക് മനസ്സിലായി. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട്, രണ്ട് സുറുമിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട്. സുറുമി നോക്കിക്കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് യെസ്റ്റർഡേ എന്ന് പറഞ്ഞൊരു വേർഡ് കിട്ടുന്നുണ്ട്. യെസ്റ്റർഡേ, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ, അപ്പൊ കഴിഞ്ഞു പോയ സംഭവമാണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ അതിന്റെ അകത്ത് നോക്കണം, സമയത്ത് സൂചിപ്പിക്കുന്ന ഒരു വാക്കിനകത്ത് കിടക്കും. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഉപയോഗിച്ചിരിക്കുന്ന പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വെരി ഗുഡ് സുറുമി, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അത് ഞാൻ വെറുതെ സന്ദർഭോചിതമായിട്ട് ആ വഴിക്കൊന്ന് പോയപ്പോൾ പറഞ്ഞതാണ്. നമുക്ക് എങ്ങോട്ട് വരാം? നമുക്ക് സിമ്പിൾ പ്രസന്റിലേക്ക് തിരിച്ചു വരാം. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ വെർബ് എടുത്തു കഴിഞ്ഞാലും അതിന് 3 ടെൻസ് പറയാന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ സോറി പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ 3. അതില് ആ V1 അല്ലെങ്കിൽ പ്രസന്റിന്റെ അടിയിൽ വരുന്ന വാക്കുകളായിരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഏതിന്റെ അകത്ത്? സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, പിന്നെ വെർബ്, വെർബിന്റെ പ്രസന്റൻസ്. ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു സബ്ജക്റ്റ് പറയുന്നത് ഐ, സബ്ജക്റ്റ് ഐ, സബ്ജക്റ്റ് ഐ. പിന്നെ ഒരു വെർബിന്റെ പ്രസന്റൻസ് പറയുന്നത് ഡ്രിങ്ക്, ഡ്രിങ്ക് പ്രസന്റൻസ് അല്ലേ, ഐ ഡ്രിങ്ക്. പിന്നെ സെന്റൻസിനോട് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ടി എന്നോട് ചേർത്തു, TEAT, ഐ ഡ്രിങ്ക് ടീ. അത് സിമ്പിൾ പ്രസന്റ് ആണ്. എങ്ങനെ മനസ്സിലായത്? ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, ഡ്രിങ്ക് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. കണ്ടോ, പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. യെസ്. അപ്പൊ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. യെസ്. ഇനി നമുക്ക് പറയാം ദേ, സബ്ജക്റ്റ്, PLAY, പ്ലേ, കളിക്കുന്നു. ക്രിക്കറ്റ്, ദേ പ്ലേ ക്രിക്കറ്റ്. അതും എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അതെങ്ങനെ മനസ്സിലായി? ദേ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, PLAY പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? പ്ലേഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും പ്ലേഡ് തന്നെ. അപ്പൊ ദേ പ്ലേ. പിന്നെ സെന്റൻസിന് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്രിക്കറ്റ് കൂടി ചേർത്തു. ദേ പ്ലേ ക്രിക്കറ്റ്, ദേ പ്ലേ ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിക്കുന്നു. യെസ്. അപ്പൊ മനസ്സിലായില്ല? നിങ്ങൾ അപ്പോ മനസ്സിലൊരു സെന്റൻസ് ഉണ്ടാക്കി നോക്കുക. ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം, പിന്നെ ഒരു പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വേണം. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താലും ചേർത്തിയാലും കുഴപ്പമില്ല. സെന്റൻസിന് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലൊരു സെന്റൻസ് ഉണ്ടാക്കുക. അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം, ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ ഒരു വെർബ് വേണം. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. ഓക്കെ. ഐശ്വര്യമായിട്ട് പറഞ്ഞത്.
She study every night. She study Every night. every night. സെന്റൻസ് കറക്റ്റ് ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ അകത്തുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല. യെസ്, കാരണം ഇങ്ങനെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോളാം, മറക്കരുത്. സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ഒരാളുള്ളെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ, ഓക്കെ, ഷീ എന്ന് പറഞ്ഞാൽ അവളെന്നല്ലേ, അപ്പൊ ഒരാളല്ലേ ഉള്ളൂ. അവളെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞപ്പോ അവർ എന്നാണ് പറഞ്ഞത്, അപ്പൊ ഒന്നീ കൂടുതലുണ്ട്. ഷീ എന്നാവാം, ഹി അവൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. മോഹൻ അപ്പോഴും ഒരാളെ ഉള്ളൂ, അല്ലെങ്കിൽ സരള അപ്പോഴും ഒരാളെ ഉള്ളൂ. അങ്ങനെ ഒരാളുള്ളെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്ജക്റ്റ് സിംഗുലർ ആണെന്ന് പറയും. അങ്ങനെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു എസ് ഒന്നും കൂടി ചേർക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ ചേർക്കരുത്. യെസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ചേർക്കണ്ട. അപ്പോ ഇപ്പൊ ഹൈറോണീസ് പറഞ്ഞ വാചകം എന്താണ്? She study every night. ഷീ സ്റ്റഡി എവറി നൈറ്റ് എന്നുള്ളത് ഷീ ആയതുകൊണ്ട് മാത്രം സ്റ്റഡി എന്നുള്ളത് സ്റ്റഡീസ് എന്നാണ്. ഒരു എസ് കൂടി ചേർത്തിട്ട് സ്റ്റഡീസ് എവറി നൈറ്റ്. ആ ഷീ എന്നുള്ളതിന് പകരം അവിടെ ബി, ഞങ്ങൾ എന്നാണെങ്കിലോ സ്റ്റഡി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അവർ എന്ന് പറയുമ്പോൾ അപ്പൊ ഒന്നി കൂടുതലേ, നൂറിലാണെങ്കിൽ കുഴപ്പമില്ല. യെസ്, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിന്റെ കൂടെ തൊട്ടടുത്ത് ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആവുകയും അത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് ടെൻസുമാണെങ്കിൽ ഒരു എസ് കൂടി ചേർത്തിട്ട് സ്റ്റഡീസ്. ഞാൻ പറഞ്ഞു they go to church എന്ന് പറയാം. ഹി ആണെങ്കിൽ he go to church എന്ന് പറഞ്ഞാൽ തെറ്റാണ്. he goes to church എന്ന് പറയാം. he goes to church. അപ്പൊ മറക്കരുത്, സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസില് സബ്ജക്റ്റ് പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരാളുള്ളെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്തേക്കാം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ വേണ്ട. എനി ഡൗട്ട്? നോ ഡൗട്ട്? യെസ്, സംശയമില്ല. ഞാനിപ്പോ ചിന്തിക്കുകയായിരുന്നു, നിങ്ങൾ ആലോചിച്ചില്ല. ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഐ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞില്ലേ, ഐ ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിക്കാറുണ്ട്. ആ ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ഡ്രിങ്ക് എന്നുള്ളതിന് പകരം ഡ്രിങ്ക്സ് എന്നല്ലേ പറയേണ്ടത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? ജോൺഫി എന്താന്ന് ചോദിക്കേണ്ടത്? എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അയ്യും യൂയും കൂടുതലായിട്ടില്ലേക്കാണ്. ഓക്കെ ഇപ്പൊ മനസ്സിൽ വന്നിരുന്നു അല്ലെ? വെരി ഗുഡ്, അത് മതി. ഓക്കെ സുറമി, ഓക്കെ ബിനീഷ, റാസ്മിയ. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, ഒരു എക്സെപ്ഷൻ. ഐയുടെ കൂടെ ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളും ഐയുടെ കൂടെ എസ് വേണ്ട. അതിനോടൊപ്പം തന്നെ യു, നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ നിങ്ങൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഒരാളെയും ഉദ്ദേശിക്കാം, ഒന്നിൽ കൂടുതൽ ഉദ്ദേശിക്കാം. നിങ്ങൾ എന്ന് എനിക്ക് വേണമെങ്കിൽ സംഗീതനെ നോക്കി പറയാം, സംഗീതനെയും ഷമീമിനെയും നോക്കിയിട്ട് എനിക്ക് പറയാം നിങ്ങളിപ്പോ രണ്ടുപേരും ഒരുമിച്ച്. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കിൽ രണ്ടുപേരെ. അപ്പൊ ആ യു എന്ന് പറയുന്ന വേർഡ് ഇറ്റ് ക്യാൻ ബി പ്ലൂറൽ, ഇറ്റ് ക്യാൻ ബി സിംഗിൾ, രണ്ടുമാണ്. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും പ്ലൂറൽ ആയിട്ട് വിചാരിച്ചാൽ മതി. അപ്പൊ അതിന്റെ കൂടെ എസ് വേണ്ട. അപ്പൊ നേരത്തെ പറഞ്ഞ സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ എസ് ചേർക്കണം എന്ന് പറഞ്ഞതിന്റെ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. അത് രണ്ടും സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ കൂടെ എസ് ചേർക്കേണ്ട എന്ന ഒരു എക്സെപ്ഷൻ കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. ആ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. എന്നാൽ യു സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എസ് ചേർക്കേണ്ടതില്ല. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓരോ വാചകങ്ങളും മനസ്സിൽ ഞാൻ ഓർക്കാൻ പറഞ്ഞത്.
സിമ്പിൾ പ്രസന്റിന്റെ എക്സാമ്പിൾ. ബിനീഷിന്റെ എക്സാമ്പിളുകൾ പറട്ടെ. ഐ എം സിംഗ് എ സോങ്. അപ്പളാ സാർ ഞാൻ വിചാരിച്ചേ സിങ്സ് വരുമോന്ന് വിചാരിച്ചു. അതിനകത്തൊരു ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് ആം കയറി വന്നു. നമ്മള് അത് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അവിടെ വരുമ്പോൾ ഇതിന്റെ അകത്ത് നോക്കി സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക. അതിന്റെ ഇടക്ക് ഈസ്, ആം, ആറ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാന് ഇതൊന്നും വരാൻ പാടില്ല. ജസ്റ്റ് പ്രസന്റ് ടെൻസ് അത് ഉപയോഗിക്കാൻ. ആം വരും. അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു 4ാമത്തെ ടെൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് അവിടെ വരാം. അപ്പൊ വേറൊരു പേരാണ്, വേറൊരു രീതിയാണ്. നമ്മൾ ഇവിടെ നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഇപ്പൊ ബിനീഷ് പറഞ്ഞ വാചകം പറഞ്ഞ് ഐ എം സിംഗ് എ സോങ്. അത് ആ ആം അങ്ങോട്ട് കളയും. ഐ സിംഗ് എ സോങ്. ദേ സിംഗ് എ സോങ് എന്ന് പറയാല്ലേ? അത് കറക്റ്റ് ആണ്. ദേ സിംഗ് എ സോങ്. അവർ ഒരു പാട്ട് പാടാറുണ്ട്. യെസ്, പിടികിട്ടിയില്ലേ? ഓക്കെ. She runs every day, no? കറക്റ്റ് ആണ്. ഷീ റൺസ് എവരി ഡേ. ഷീ സബ്ജക്റ്റ് ആണ്. അപ്പൊ റൺ എന്നുള്ളതിന്റെ കൂടെ എന്ത് ചെയ്തു? ഒരു എസ് സി ആണ്. എന്തുകൊണ്ടാണ്? വെരി ഗുഡ്. ഷീ റൺസ് എവരി ഡേ. അവ എല്ലാ ദിവസവും ഓടാറുണ്ട്. യെസ്. ആര്യയുടെ എക്സാമ്പിൾ പോരട്ടെ. സർ, ഷീ ലൈക്സ് ബനാന. ഷീ ലൈക്സ് ബനാന. കറക്റ്റ് ആണ്. ഷീ ലൈക്സ് ബനാന. അപ്പൊ ഇവിടെ ആര്യ എന്ത് ചെയ്തു? ഷീ സബ്ജക്റ്റ് ആക്കി. അപ്പൊ ലൈക്ക് കൂടെ ഷീ ആയതുകൊണ്ട് ഒരു എസ് സി ചേർത്തു. അപ്പൊ ഷീ ലൈക്സ് ബനാന. യെസ്, വെരി ഗുഡ്. സനീഷ, വാട്ട് ഈസ് യുവർ എക്സാമ്പിൾ? I cook a biryani. Yes, very good. I cook biryani. I സബ്ജക്റ്റ് ആണ്, കുക്ക് CWK. എസ് വേണ്ട, കാരണം ഐയുടെ കൂടെ എസ് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും വേണ്ട എന്നുള്ളത് കൊണ്ട് എസ് ചെയ്തില്ല. ഐ കുക്ക് ബിരിയാണി. ആ ബിരിയാണി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിപോഷിപ്പിക്കാം. ഐ കുക്ക് ചിക്കൻ ബിരിയാണി, ഐ കുക്ക് മട്ടൻ ബിരിയാണി. അതിപ്പോ ഇങ്ങനെ ആക്കാം, ഒന്നുകൂടെ ഒരു ഭംഗിയാക്കാം. യെസ്, ഓക്കെ. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് അത് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പറയും ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ, ഹാബിറ്റ് എന്ന് പറയുന്നത് സ്വഭാവം. ഒരു ഹാബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, അതെപ്പോഴും സിമ്പിൾ പ്രസന്റിലേ പറയാവും. അത് പറയുമ്പോഴാണ് എന്ത് നമുക്ക് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോ സംഗീതയും ഞാനും ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. അപ്പോ സംഗീത പറയാണ് ഐ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് സംഗീത ചായ കുടിക്കാത്ത നിർത്താം, കാരണം അത് ഹാബിറ്റാണ്. യെസ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? കോഫി ഓർഡർ ചെയ്യാൻ പറ്റില്ല, ചായ തന്നെ പെടാം, കാരണം സംഗീത ചായ ഒന്നും കുടിക്കണം. അപ്പോ എന്തൊരു കാര്യവും സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം, സ്ഥിരമായിട്ട്. അപ്പൊ ഷമീമക്ക് അറിയാം, ഷമീമ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഓക്കെ സഫീദ, യെസ്, കറക്റ്റ് ആണത്. ഷമീമക്ക് അറിയാം, ഷമീമ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ 8 മണിക്ക് എഴുന്നേറ്റുണ്ടാവുക, അത് പോട്ടെ. എന്നാലും ഷമീമ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. അപ്പൊ ഷമീമക്ക് പറയാം ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. അങ്ങനെ ഷമീമ പറയുമ്പോൾ കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവണം, 6 മണിക്ക് വിളിച്ച ഷമീമിനെ കിട്ടും. യെസ്, ഞാൻ 6 മണിക്ക് ഷമീമ എഴുന്നേൽക്കും. കേട്ടോ, ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. യെസ്. ഇനി റാസ്മിനക്ക് പറയാം, റാസ്മിനെ രാവിലെ 8 മണിക്ക് കുളിക്കുന്നു. അപ്പൊ അത് സ്ഥിരം 8 മണിക്ക് കുളിക്കുമെങ്കിൽ റാസ്മിനക്ക് പറയാം ഐ ടേക്ക് ബാത്ത് അറ്റ് 6 o'clock. ടേക്ക് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് നോക്കാം. ഐ ടേക്ക് ബാത്ത് അറ്റ് 8 o'clock in the morning. രാവിലെ 8 മണിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കുളിക്കുന്നു. ഇനി ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് ഡെയിലി ചെയ്യുന്ന കാര്യമല്ലല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം പോകുക എന്നുള്ളതാണ് പതിവ്.
പക്ഷെ നേരത്തെ ഇപ്പൊ ഒരാളോട് വീക്കെൻഡ് എന്നും പറഞ്ഞ് എഴുതി കാണിച്ചു. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ആഴ്ചയിൽ പതിവിനെ സൂചിപ്പിക്കുന്നതാണ് സിമ്പിൾ പ്രസന്റ്. ആഴ്ചയിൽ ഒരു ദിവസം പോവുക എന്നുള്ളതാണ് പതിവ്. അപ്പൊ നമുക്ക് പറയാം ഐ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ വീക്ക്. ഐ സബ്ജക്റ്റ്, ഗോ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഐ ഗോ സബ്ജക്റ്റ്. ബാക്കിയൊക്കെ നമ്മൾ നോക്കണ്ട. ഐ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പോകുന്നു. ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നതാണെന്ന്, അതാണ് എന്റെ പതിവ്. അതിന്റെ എല്ലാ ദിവസവും I go പോകുന്നതല്ല. to the market every Sundays. യെസ്, അത് വേണമെങ്കിൽ ക്ലാസ്സിലേക്ക് പറയാം. ഐ ഗോ ടു മാർക്കറ്റ് എവരി സൺഡേ. എല്ലാ ഞായറാഴ്ചയും ഞാൻ എവിടെ പോകുന്നു? മാർക്കറ്റിൽ പോകുന്നു. ഒരിക്കല് ഉമേരക്ക് പറയാം ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉമൈറ നോൺ വെജ് ഫുഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് പറയാം? ഐ ഈറ്റ് നോൺ വെജിറ്റേറിയൻ വൺസ് ഇൻ എ വീക്ക്. അത് തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമാണെങ്കിലോ വൺസ് ഇൻ എ മന്ത് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് സബ്ജക്റ്റ് എഴുതി പ്ലസ് വെർബ് എഴുതി ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഓക്കെ ഷമീമ, വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് നമുക്കെന്ത് പറയാം? അത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് എപ്പോഴും കാണിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ അത് സിമ്പിൾ പ്രസന്റ് കാണിക്കുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ മാറിപ്പോട്ടെ, യെസ്, അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന 5 കാര്യങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറയാം. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഐ ടേക്ക് ബാത്ത് അറ്റ് 8 o'clock. അങ്ങനെയൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള പരിപാടിയില്ലേ? യെസ് യെസ്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. 5 ഐറ്റം, 5 സെന്റൻസ് ഓരോരുത്തരുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു ചായ കുടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഐ ഡ്രിങ്ക് ടീ ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പൊ നിങ്ങൾ ചായ അല്ല കുടിക്കുന്നത്, ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ചായ എന്നുള്ളത് മാറ്റിയിട്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ നൽകാം. ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ ദ മോർണിംഗ്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കാറുണ്ട്. അപ്പൊ എല്ലാ ദിവസവും കുട്ടികളായിട്ട് തല്ലി പിടിക്കാറുണ്ട്. അതെന്റെ ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം പറയും ഐ കോറൽ വിത്ത് മൈ ചിൽഡ്രൻ എവരി ഡേ. എല്ലാ ദിവസവും ഈ തല്ലി പിടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അവരോടൊപ്പം ഞാൻ കളിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ പ്ലേ വിത്ത് മൈ ചിൽഡ്രൻ. അപ്പൊ നിങ്ങൾ സിമ്പിൾ പ്രസന്റ് പറയുന്നത് എന്തും അത് നിങ്ങളുടെ സ്ഥിര സ്വഭാവം. ഐ ഗോ ടു ചർച്ച് വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോകുന്നു. ഐ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോകുന്നു. യെസ്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വെറൈറ്റി പിടിക്കട്ടെ. എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകരുത്. എഴുതി വെക്കുമ്പോൾ 5 മുകളിൽ എഴുതി വെച്ചോ. ചിലപ്പോൾ ആദ്യത്തെ ആൾ ആദ്യം വെള്ളം കൂടെ പോകും. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് പറയുന്നു അവർ ഭാഗ്യവാന്മാർ എന്ന് പറയേണ്ടി വരും. യെസ്, നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന 5 കാര്യങ്ങൾ, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഞാനത് നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നീട്ടിപ്പിടിച്ചത്. യെസ്, ആരുടെ സഫീദ, ആർ യു റെഡി? റെഡി. റെഡി. ഓ, അപ്പൊ സഫീദയാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞാൽ സഫീദ കഴിഞ്ഞാൽ അസ്മിനക്ക് വരാം. സഫീദ തുടങ്ങിയോളൂ. എഴുതണേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും സാർ ചോദിച്ചോണ്ട് ഓക്കെ പറഞ്ഞതാണ്. യെസ്, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ആലോചിച്ച് പറയാവുന്നേ. ഇതൊക്കെ എനിക്ക് ആരെ കാര്യമാണ്. അവിടെ ഇങ്ങോട്ട് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടൂലേ? സ്ഥിരം ചെയ്യാറുള്ള കുറച്ചു നോടെയൊക്കെ ചേർത്തോ, കുഴപ്പമില്ല, ഞങ്ങൾ വിശ്വസിച്ചോളാം. ഓക്കെ. I get up at 5 o'clock in the morning. Very good. I get up
at 5 o'clock in the morning. Okay, correct. I walk my street in the morning half an hour. Yes, I walk on the street half an hour in the morning. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ നടക്കാറുണ്ട്. വെരി ഗുഡ്. I comb my hair beautifully. I comb my hair beautifully. എന്റെ മുടി ഞാൻ മനോഹരമായിട്ട് ഈരി വെക്കാറുണ്ട്. വെരി ഗുഡ്. I pray every night. Yes, I pray നമുക്ക് every night എന്നുള്ളത് at night ആക്കിയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് I pray at night. രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. Yes, very good. I clean my house. Yes, I clean my house daily. ദിവസവും ഞാൻ എന്റെ വീട് വൃത്തിയാക്കാറുണ്ട്. ഓക്കെ, ഡെയിലി ഞാൻ ചേർത്താണ്. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ബാക്കി ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊന്ന് പൊടിക്ക് തന്നാൽ മതി. യെസ്, അത് എഴുതിയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് പറയുക കാരണം അങ്ങനെ പറഞ്ഞു പോയതാ. യെസ്, ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. പിന്നെ 5 ആയില്ലേ? 5 ആയിരം വെച്ചിട്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 5 എന്നുള്ളത് 6 ആയാലും 7 ആയാലും ഞങ്ങൾ ക്ഷമിക്കും. ഓക്കെ സഫീദ, അതുപോലെ സഫീദ അതിനകത്ത് 1 2 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. I comb my hair beautifully. അല്ലെ, വെറൈറ്റി പിടിക്കുന്നത്. എല്ലാവരും പോണതല്ല രാവിലെ എഴുന്നേക്കാനല്ല. നിങ്ങളൊരു സംതിങ് സ്ട്രേഞ്ച് ഇന്നാണ് പറയാൻ തുടങ്ങുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ആൾക്കാർ നല്ല അടിപൊളി സ്ഥലം ഇവിടെ പറയണം, അത് വെറൈറ്റി ഉണ്ടാക്കി എന്ന് പറയണം. അതാണ് ഓരോ ടീച്ചർക്കും വേണ്ട ഒരു ക്വാളിറ്റി. യെസ്, ആ ടീച്ചർ അത് വേറെ ലെവലാണ്, നമ്മൾ വിചാരിക്കുന്ന ലെവലൊന്നും അല്ല. യെസ്, എന്താ പറയാ, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയില് മോഹൻലാൽ പറയുന്ന പോലെ ആരും കാണാത്ത വഴികളിലൂടെ പോണ്ടി വരും, ഭ്രാന്തനെ പോലെ എന്ന് പറഞ്ഞ പോലെ വെറൈറ്റി പിടിച്ചു. ഓക്കെ, I watch YouTube reels and I study crochet tutorial. Yes, very good. I watch reels, YouTube reels. Very good. Okay, Vinitha, നന്നായിട്ടുണ്ട്. യെസ്, അപ്പൊ വിനീതക്ക് അറിയാം വിനീത ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട്, അതൊക്കെ വിനീത പറഞ്ഞു. ഓക്കെ റസ്മിന, യു സ്റ്റാർട്ട്. സർ ഡെയിലി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ഒരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. No problem. I wake up at 5:30. I wake up at 5:30. Okay, continue. I do my prayer every day 5 times. Yes, I do my prayer every day 5 times. അത് നമുക്ക് സെന്റൻസ് കറക്റ്റ് ആണ്, അതൊന്നും ഭംഗിയാക്കിയാണ്. I pray അല്ല, I സബ്ജക്റ്റ്, pray പ്രാർത്ഥിക്കുന്നു, I pray. ഇനി നമ്മൾ പറയുന്നത് once in a week എന്ന് പറഞ്ഞാൽ ആ once-ന് പകരം 5 times അല്ല, 5 times in a day. അപ്പൊ കുറച്ചുകൂടി ഒരു കേൾക്കാൻ ഒരു ഭംഗി. I pray 5 times in a day. Okay. 5 times per day. I drink tea morning and evening. Yes, I drink tea in the morning and in the evening. Okay. I make breakfast and lunch within 10 o'clock. Yes, അത് കറക്റ്റ് ആക്കാം. 10 മണിക്കുള്ളിൽ രാവിലത്തേക്കുള്ള ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണവും റെഡിയാണ്. എത്ര പേരോട് റെഡിയാവുന്നുണ്ട്? യെസ്, ഈ നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരങ്ങളായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരുപാട് സമയം, ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കറക്റ്റ് ആയിരിക്കും. ഇത്ര സമയത്തിനുള്ളിൽ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് അടുക്കാൻ കൂട്ടി പോകാൻ. യെസ്, നമ്മള് വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ലെങ്ത് നിങ്ങളപ്പോ നമ്മളൊക്കെ സമയം പോയല്ലേ. ഓക്കെ റസ്മിന, വെരി ഗുഡ്. നെക്സ്റ്റ്. I clean my house after leaving kids. യെസ്, കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണ്? മുറി വൃത്തിയാക്കി, വീട് വൃത്തിയാക്കുന്നത്. I clean my house after leaving kids. കുട്ടികളെ പറഞ്ഞു വിട്ടതിന് ശേഷം. ഓക്കെ, അടുത്തത്. I spend time with my family after dinner. Yes, I spend time with my family after dinner. ഡിന്നർ കഴിഞ്ഞാൽ ഞങ്ങള് ഒരുമിച്ച് കുറച്ച് നേരം സംസാരിക്കാറുണ്ട്. സ്പെൻഡ് ടൈം. ഓക്കെ, വെരി ഗുഡ്. സർ ഇത്ര ഞാൻ എഴുതിയത്. വെരി ഗുഡ്. ഓക്കെ. റാസ്മിന്റെ ജീവിതത്തിലൂടെ മാത്രം ഇങ്ങനെ പോയി. യെസ്, വെരി ഗുഡ്. യെസ്, അടുത്ത ഞാൻ ഇന്ന ആളെന്ന് പറയണില്ല, ധൈര്യമായിട്ട് പറയാം കേട്ടോ. ഓക്കെ ജോൺ ഫി, യു കം.
I wake up at 6:30 a.m. every day. Yes, I wake up at 6:30. Okay. I drink coffee every morning. I drink coffee every morning. Okay. I pray every day at the evening 7 o'clock. I pray at 7 o'clock every day. Okay. I play my boy 1 hour every day. I play my boy every 1 hour every day. ഓക്കെ ഓക്കെ. അപ്പൊ ബോയ് എന്ന് പറയുന്നത് തൊട്ട് മുന്നില് ബോയുടെ കൂടെ ഉള്ള ഒരു അർത്ഥത്തിൽ ഒരു വിത്ത് കൂടി ചേർത്തേക്കാം. ഐ പ്ലേ വിത്ത് മൈ ബോയ് അല്ലെങ്കിൽ വിത്ത് മൈ സൺ 1 hour every day. 1 മണിക്കൂർ ഞാൻ എന്റെ മകനുമൊത്ത് കളിക്കാറുണ്ട്. യെസ്. I go to church every Sunday. Every Sunday I go to church. അല്ലെങ്കിൽ I go to church every Sunday. കറക്റ്റ് ആണ്. ഇത്രേ ഉള്ളൂ സർ. യെസ്. ഓക്കെ. ഇത്രേ ഉള്ളൂ എന്ന് പറയണ്ട. ദാറ്റ് ഈസ് ഓൾ. അല്ലെങ്കിൽ ഫിനിഷ്. അത് നമുക്ക് ഇംഗ്ലീഷ് ആക്കാം. ഓക്കെ ഐഡിയ ഐ കം ടു യു. യെസ്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ദാറ്റ് ഈസ് ഓൾ ഫിനിഷ്. ഓക്കെ. That is all finish. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടും വേണ്ട. ദാറ്റ് ഈസ് ഓൾ ഫിനിഷ്. ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. നമുക്ക് കുറച്ച് സ്റ്റൈൽ പിടിച്ച് അങ്ങനെ പോവാം. ഓക്കെ. ഐഡിയ യു സ്റ്റാർട്ട്. Sir, I wake up early every day. സമയം പറഞ്ഞു. സമയം പറഞ്ഞില്ല. I exercise every morning. ആരും പറയാത്തൊരു കേസാണ് കാര്യം പറഞ്ഞത് കേട്ടോ. മുടി ചീവ് വെക്കണതൊക്കെ സഹിത പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരാള് ഐ ഡു മൈ എക്സസൈസ് എവറി മോർണിംഗ്. രാവിലെ ഞാൻ എക്സസൈസ് ചെയ്യും. I brush my teeth and washing my face. Yes. I brush my teeth and wash my face. എല്ലാ ദിവസവും ഞാൻ പല്ല് തേക്കുകയും മുഖം കഴുകുകയും ചെയ്യാറുണ്ട്. ഓക്കെ ഐഡിയ. യെസ്. Eat breakfast every day. I eat breakfast every day. ഒരു ദിവസവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാറില്ല. ഉച്ചക്കാലത്ത് ഊണ് മുടക്കിയാലും വൈകുന്നേരത്തെ സപ്പർ മുടക്കിയാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മുടക്കാറില്ല. I eat breakfast every day. Okay. Check my message and emails. Yes, I will check my message and emails every day. Okay. I drink coffee every morning. I drink coffee every morning. Okay. I eat a healthy breakfast. Yes, I eat a healthy breakfast. Yes. രാവിലെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കണോടാ. എല്ലാവരോടും പറയുന്നു. ബാക്കിയുള്ള നേരത്തിൽ കുറച്ച് കഴിച്ചു. കാരണം ബാക്കിയുള്ള പീരീഡ് ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഇന്റർവെൽ വളരെ കുറവാണ്. പക്ഷെ ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും രാവിലെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നമ്മൾ 9 മണിക്ക് ഭക്ഷണം കഴിച്ചാല് പിന്നെ കഴിക്കുന്നത് രാവിലെയാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടിട്ടുണ്ട് സർ. ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ആണ്. എത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത്? ഒരു 10 മണിക്കൂറെങ്കിലും കഴിയണ്ടേ? 9 മണിക്ക് രാത്രി കഴിച്ചാല്. അപ്പോ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. ഫാസ്റ്റ് ചെയ്യുന്നത് ഉപവസിക്കണം. ആ ഉപവാസം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് രാവിലെയാണ്. ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ ഐഡിയ യു കൻ. I spend time with my family. I spend time with my family. Okay, correct. I pray at every night. I pray at every night. I set the alarm for the next day. I set the alarm for the next day. അടുത്ത ദിവസത്തേക്കുള്ള അലാറം സെറ്റ് ചെയ്യാം. I set alarm for the next day. Okay, correct. I read a book before bed. I read a book before bed. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു പുസ്തകം വായിക്കാറുണ്ട്. യെസ്, ഇത്രയും നല്ല കഴിവുള്ള ആത്മ എന്താ പറയാ നിയന്ത്രണമുള്ള വ്യക്തിയാണ് ആര്യ എന്ന് ഞങ്ങള് പറഞ്ഞില്ല. ഒന്നും വായിക്കാറില്ല, ഞാൻ ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ. ഇതില് നല്ല കാലത്തിലാണ് ഇറക്കണേ അല്ലേ? I go to sleep at night. Yes, okay. I go to sleep at night. Yes. അപ്പൊ സമയം പറയാം, ഉറങ്ങാൻ പോകണല്ലേ. അപ്പൊ I go to sleep at 10 o'clock. Okay. പിന്നെ അത്രേ ഉള്ളൂ സാറേ. Oh, that is all. Very good idea. You have done it very well. Yes. ഇനി ആരാണ്?
തള്ളി പറിച്ചു. സുറുമി അല്ല ആര്യ, സുറുമിയുടെ കവിത കേട്ടാ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ പറയാ, ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലല്ലേ തള്ളാൻ പറ്റൂ? സുറുമി തള്ളിക്കോട്ടെ. അതുകൊണ്ട് അങ്ങ് തള്ളി മറിച്ചതാ. കുഴപ്പമില്ല, പക്ഷെ തള്ളിക്കഴിഞ്ഞാലും സംഗതി കറക്റ്റ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തള്ളിക്കോ, കുറച്ചൊക്കെ ചേർത്തോ. ഒരു ഭംഗിക്ക് വേണ്ടിട്ടേ നമ്മള് പുട്ടുണ്ടാക്കുമ്പോൾ പീര ഇടൂലേ, തേങ്ങാപ്പീര, ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ ഒരു സ്പൈസസ് ഒക്കെ ചേർത്ത് നിങ്ങള് അവിടെ കൊണ്ട് നോക്കാം, ഒരു ഭംഗി ഉണ്ടാവട്ടെ. യെസ്, അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. സംഗീത റെഡി ആയില്ലേ? റെഡിയാണ് സാർ, ഞാൻ പറയാൻ വരികയായിരുന്നു. റെഡി വന്നില്ല. ഞാനിങ്ങനെ നമുക്കിങ്ങനെ അറിയാതെ കുറച്ച് പേര് റെഡിയാവും പറയാൻ ധൈര്യമുള്ള ആളുകൾ. സംഗീത, യു സ്റ്റാർട്ട്. I wake up at 7 o'clock. Yes. I brush my teeth every day. Yes. I wash my clothes every day. I wash my clothes every day. എല്ലാ ദിവസവും ഞാൻ അലക്കാറുണ്ട്. Yes. I finished my work at 11 p.m. every day. Correct ആണോ? Yes, I finish all work 11 p.m. every day. 11 മണിക്ക് രാത്രിയുള്ള എല്ലാ പണിയും പൂർത്തിയാക്കും. Yes. I watch my class daily. Yes. Okay. I eat my lunch at 1 o'clock. Yes, I eat my lunch at 1 o'clock. I go to temple every Friday. Yes. I go to temple every Friday. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. അതാണ് ഹാബിറ്റ്. എല്ലാ ദിവസവും പോകണമെന്നില്ല, വെള്ളിയാഴ്ച പോകുക എന്നുള്ളതാണ് സംഗീതയുടെ ഹാബിറ്റ്. ഓക്കെ, കണ്ടിന്യൂ. കറക്റ്റ് ആണ്. പിന്നെ I go to sleep at 10 o'clock. I go to bed at 10 o'clock. At 10 o'clock. Yes. Okay. Okay. പിന്നെ ഞാൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സാറേ. Yes. ഓക്കെ, അതിങ്ങനെ പറയട്ടെ. അപ്പൊ നോക്കിയ സുഖമി അടുത്ത തള്ളു പറ്റുന്നുണ്ടോ? കേട്ടോ. I walk daily in the morning. I walk daily in the morning. മനസ്സിൽ ആഗ്രഹമുണ്ടല്ലോ നടക്കണമെന്ന്. എണീക്കാൻ പറ്റണല്ലോ സാർ. പറ്റില്ല, ആഗ്രഹമുണ്ട്, അവിടെ കെടുന്നുകൊണ്ട് നടക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Yes. I go to the yoga daily. Yes, I go to yoga daily. Okay. അത് രണ്ടും ഉള്ളൂ ഞാൻ ചെയ്യാത്തത്, ബാക്കിയൊക്കെ ചെയ്യണതാണ്. Yes. Okay. 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 Yes. അങ്ങനെ എഴുന്നേറ്റ് പോകണം. അത് നമുക്ക് തോന്നും എഴുന്നേക്കണ്ടാന്ന്. എന്റെ മോള് അങ്ങനെയാണ്, നാളെ തുടങ്ങി നടക്കേണ്ട എന്ന് പറയും. നാളെ തുടങ്ങി 5 മണിക്ക് നടക്കാൻ പോകും. എന്തായാലും എനിക്ക് കമ്പനി ഉണ്ട്, എന്റെ ഫ്രണ്ട്സിൽ തന്നെ എനിക്ക് കമ്പനി ഉണ്ട്, എല്ലാരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അത് രാവിലെ വിളിച്ചപ്പോൾ ഇന്നില്ല, നാളെ തുടങ്ങാം എന്ന് പറയും. യെസ്, അത് നാളെ എന്നുള്ള വാക്കത്തോളം മാറ്റിയിട്ട് ഇന്ന് തന്നെ തുടങ്ങി കഴിഞ്ഞാല് പല കാര്യങ്ങളും നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. യെസ്, ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? ഓക്കെ, സനീഷ പറഞ്ഞു. ഓക്കെ, കണ്ടിന്യൂ. I play with my daughter. I play with my daughter. Correct. I wash my clothes every day. Correct. I clean my house daily. Yes, correct. I eat boiled egg daily. I eat Boiled egg. Yes, I eat boiled egg daily. Okay. I attend my class every day. I attend my online class every day. ഞാൻ ഓൺലൈൻ കൂടി ചേർക്കുന്നുണ്ട്. I read stories online daily. അവിടെ ഒരു കല്ല് അടിച്ചിട്ട് ഒന്ന് പഠിച്ചത് ഐ Read stories. റീഡ്സ് ആണോ പറഞ്ഞത്? റീഡാണോ? Read. റീഡ് ആദ്യം ചേർത്തോ? ഇല്ല. I read stories. ഓക്കെ. ഓക്കെ, ഞങ്ങൾ കേട്ടപ്പോ അങ്ങനെ തോന്നിയാണ്. ഓക്കെ, ഐ റീഡ് സ്റ്റോറി ആണെങ്കിൽ കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രേ ഉള്ളൂ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സനീഷ, നല്ല സ്റ്റൈൽ ആയിട്ട് പറയാം. ഇസ്തിരിട്ട പോലെ ഇരുന്നു ഓരോ കാര്യം. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ. ഓക്കെ. 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 യെസ്. ഓക്കെ സുറുബിയോ. ഒട്ടും തള്ളാതാണ്. ഓക്കെ. 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 Wake up at 6 a.m. 6 a.m. I drink 1 cup of water into my empty stomach at morning. Yes, I drink a cup of water. Very good.
Next, I prepare breakfast at 8 a.m. for my family. I prepare breakfast at 8 a.m. Okay. I call my parents at night. At night, I call my parents. Okay. Parents. I help my children for their study at night. Yes. I help my children for their study at night. Okay. I watch YouTube reels whenever I free. Whenever I am free, എപ്പോഴൊക്കെയാണെങ്കിൽ സമയം കിട്ടും അപ്പോഴൊക്കെ യൂട്യൂബ് റീൽസ് നോക്കാറുണ്ട്. യെസ്, ഐ വാച്ച് യൂട്യൂബ് റീൽസ്. യെസ്, സമയം കിട്ടാറുണ്ടോ? പിന്നെ അതിന് സമയം കിട്ടും. അത് സമയം കിട്ടുന്നുണ്ട്. യെസ്, ഓക്കെ ഓക്കെ. യെസ്. I look after and watering my plants at evening. Yes, I look after my plants at the evening. Okay. Okay, sir. Enough. Okay. Enough. Very good, very good, very good. മറ്റുള്ളവരുടെ തള്ളു കണ്ടുപിടിക്കുന്നതുകൊണ്ട് സുറുമി തള്ളാന്നില്ല. യെസ്, അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങളാണ് സുറുമി പറഞ്ഞത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ എന്റെ ഉദ്ദേശം മാത്രം ഉണ്ടായിരുന്നത് സബ്ജക്റ്റ് പറയുക, വെർബ് പറയുക, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക, അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ഞാൻ സ്ഥിരം എന്റെ ഹാബിറ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് എന്ത് ടെൻസിൽ പറയണം? അത് സിമ്പിൾ പ്രസന്റിലെ പറയാം. സിമ്പിൾ പാസ്റ്റിലോ സിമ്പിൾ ഫ്യൂച്ചറിലോ വേറെ ഒന്നിലും പറയാൻ പാടില്ല. സിമ്പിൾ പ്രസന്റ്. അപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റ്? സബ്ജക്റ്റ് ഉപയോഗിക്കുക, വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ഇതാണ് സിമ്പിൾ പ്രസന്റ്. ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് ഉണ്ടാവണം. യെസ്, അപ്പോ രണ്ടു പേർക്ക് കൂടി സംസാരിക്കാം. ആരാണ്? നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന 5 കാര്യങ്ങൾ. തെറ്റിക്കോട്ടെ, നിങ്ങളെന്താ പേടിക്കണേ? ഇതില് പറഞ്ഞതൊക്കെ ഉള്ളതാണ്. അതൊന്ന് മാറ്റി പറയുമോ? വേറെ കാര്യം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറെ കാര്യം ചെയ്യാം. ബിനീഷയുടെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. അപ്പൊ ബിനീഷക്ക് ഐ എന്നുള്ളതിന് പകരം എന്ത് പറയാ? മൈ മദർ. അതിൽ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയാം മൈ ഫാദർ. അപ്പൊ അവരുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. മൈ ഫാദർ, മൈ മദർ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, എസ് ചേർക്കാൻ മറക്കരുത്. യെസ്, ഇപ്പൊ ബിനീഷക്ക് അറിയാം ബിനീഷയുടെ അമ്മ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. അപ്പൊ ബിനീഷക്ക് പറയാം മൈ മദർ ഗെറ്റ്സ് അപ്പ്. ഗെറ്റ് എന്ന് പറയുന്നത് പകരം എസ് കൂടി ചേർക്കണം. ഗെറ്റ്സ് അപ്പ് അറ്റ് 5 o'clock. യെസ്, അല്ലെങ്കിൽ പറയാം എന്റെ അച്ഛൻ 7 മണിക്ക് ഓഫീസിൽ നിന്ന് വരുന്നു. മൈ ഫാദർ കംസ് അറ്റ് 7 o'clock ഫ്രം ഓഫീസ്. കമ്മല്ല, കംസ് വരും. എന്തുകൊണ്ടാണ്? മൈ ഫാദർ ഒരാളെ ഉള്ളൂ. യെസ്, അങ്ങനെയും പറയാം. ബ്രദറിന് ഉപയോഗിച്ച് പറയാം. എങ്ങനെ വേണമെങ്കിലും പറയാം. യെസ്, അത് 7 മണിക്ക് വരുന്നത് ഹാബിറ്റ് ആണ്. അത് ബിനീഷക്ക് അറിയാം. അമ്മ 5 മണിക്ക് എഴുന്നേക്കുന്നത് ഹാബിറ്റ് ആണ്. അതും ബിനീഷക്ക് അറിയാം. അങ്ങനെയും പറയാം. യെസ്, ബിനീഷിനെ മാത്രമാക്കണമെന്നില്ല. ബിനീഷ് കാണുന്ന സ്ഥിര സ്വഭാവമല്ലേ, അത് വേണമെങ്കിൽ പറയാം. യെസ്, പറഞ്ഞോളൂ. യെസ്, അപ്പോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. വൈകുന്നേരം ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആ റീൽസ് ഒക്കെ കണ്ടിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മുമ്പിലിരിക്കുന്ന പേപ്പറിൽ വെറുതെ ഒരു 5 വാചകം ഒന്ന് വിജയിക്കുക. സ്ഥിരം ചെയ്യണം ഒരു 5 വാചകം. മറക്കരുത്, സബ്ജക്റ്റ് പ്ലസ് വെർബ്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. യെസ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. അതിന്റെ ഇടയ്ക്ക് ഈസോ ആമോ ആകുന്നില്ല, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് പുറകെ പറയാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് വളരെ ഹൃദയസ്ഥമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ടെൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതിനു മുമ്പ് സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പറയും. 2 വീക്സ് ഞാൻ കാണത്തില്ല, ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. യെസ്, എവിടെയാണ് പോണേ? ലൂർദ് മാത സ്കൂളില്, കോഴിക്കോട് ചവറയില്. കൊല്ലം ചവറ. യെസ്, ഓക്കെ 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 ഓക്കെ. 2 മാസം ട്രെയിനിങ്. എന്നാണ് തുടങ്ങണേ? 2 വീക്സ് 1 മന്ത്. 1 മന്ത് അല്ലെ? ഇന്ന് മുതലാണ്? തിങ്കളാഴ്ച മുതൽ, ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ. ഓക്കെ, അപ്പൊ ഞങ്ങൾ 14 പേരുടെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. യെസ്, ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ മാനേജ്മെന്റ് പറയണം, അതെ ഇവിടെ തന്നെ ഞങ്ങൾ തുടർന്നുകൂടെ എന്ന് പറയണം. യെസ്, ആ രീതിയിലായിരിക്കണം അവരുടെ പെർഫോമൻസ്.
ജോഫിയുടെ പെർഫോമൻസ്. ഏതൊക്കെ ക്ലാസ്സിനെ പഠിപ്പിക്കുന്നത്? UKG, LKG. UKG, LKG. ഓക്കെ, യെസ്, ഓക്കെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണോ? English medium school. എന്ന് പോകുമ്പോഴും വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകണോട്ടാ. നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എല്ലാ ദിവസവും പോകുമ്പോൾ വെൽ പ്രിപ്പയർഡ്. വീട്ടിലിരുന്നിട്ട് വീട്ടിലിരിക്കുന്ന ഡെസ്ക് കസേരയൊക്കെ കുട്ടികളാന്ന് വിചാരിച്ചിട്ട് വെൽ പ്രിപ്പയർഡ്. കാരണം ജോൺ ഫിയെ ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നില്ല അത്, പക്ഷെ അത് ഒബ്സർവേഷൻ നടക്കുന്നുണ്ടാവും. യെസ്. അപ്പോ അവരുടെ ഒബ്സർവേഷനിൽ പെടുമ്പോൾ നമ്മൾ ക്ലീൻ ആയിരിക്കണം. നമ്മൾ അത് ഒബ്സർവേഷനിൽ നന്നായിട്ട് പെട്ടോട്ടെ എന്ന് ചോദിച്ചാൽ വി ഡു അവർ ഡ്യൂട്ടി വരുന്നത്. നമ്മൾ ഏത് പ്രൊഫഷനിലാണ്? നിങ്ങൾ മോഷ്ടിക്കാൻ പോവുകയാണ്, പക്കയായിട്ട് മോഷ്ടിച്ചു. അത് പ്രൊഫഷണലിസം ഇല്ല എന്ന് വെച്ചാല് തെളിവുണ്ടാവില്ല. നിങ്ങൾ കാര്യം അത് പക്കയായിരിക്കും, പക്ക. ഉപയോഗ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. യെസ്. ഈ മോഷ്ടിക്കുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ മോഷ്ടിക്കുന്ന തെറ്റല്ലേ? അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഡാൻസ് കളിക്കുന്ന ആൾക്ക് സമ്മാനം കൊടുക്കുന്നില്ലേ? വേറൊരാളുടെ വീട്ടിലിരിക്കുന്ന വസ്തു അയാൾ അറിയാതെ അവിടെ നിന്ന് ഞാൻ എന്റെ വീട്ടിൽ എത്തിക്കാൻ, അതൊരു കലാപരമായിട്ടുള്ള കഴിവില്ലേ? അതുകൊണ്ട് ചെറുപ്പത്തിൽ ആൾക്കാർ കലയിക്കപ്പെടുന്നത് മോഷണം എന്താണ് ഒരു കലയാണ്. അപ്പൊ കൂടെ അത് ചുമ്മാ പറഞ്ഞത്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാം? വെൽ പ്രിപ്പയർഡ് ആവാം, നല്ല പ്രിപ്പറേഷന് പോവാം. അങ്ങനെ തകർക്കുക. ഒരിക്കലും പ്രിപ്പയർഡിലാണ് പോകരുത്. എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ വേണ്ടി വരിക അത് മനസ്സിലാലോചിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ എന്തൊക്കെ പറയണം, എന്തെല്ലാം കഥകൾ ചേർക്കണം, എന്തെല്ലാം പാട്ട് ചേർക്കണം, ഇതൊക്കെ എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക. 1 മണിക്കൂറുടെ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കാനുള്ള ഐറ്റം ജോൺഫിയുടെ കയ്യിലുണ്ടാവണം. യെസ്, ഇന്ത്യൻ ഐറ്റംസ്. എന്നിട്ട് വേണം പോവാൻ. അത് തുടക്കത്തിൽ മതിയതൊക്കെ. ആദ്യത്തെ 1 or 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കൈപിടിച്ച് വയ്ക്കും. കാരണം പിന്നെ സ്റ്റോക്ക് ആയി. പക്ഷെ തുടക്കത്തിൽ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. യെസ്. Okay, sir. Thank you. ഓക്കെ, ആരാണ് സൈൻ ഔട്ട്? ഞാൻ പറയാം സർ. ഓക്കെ, സഫീദ. Every child is a different kind of flower, and all together make this world a beautiful garden. യെസ്, വെരി ഗുഡ് സഫീദ. നല്ല വെറൈറ്റി ആണ്. യെസ്, വെരി ഗുഡ്. അപ്പോ we will meet in the next class. Till then, bye. Okay, sir. Thank you, sir. Okay. Thank you, sir. Okay.